എന്ത് പറയണം, ഇങ്ങനെ പറയണം. കണ്ണി കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരെയും കണ്ണും പൂട്ടി വിശ്വസിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മളെ പാർട്ട്ണർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ സഹിക്കും, ക്ഷമിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നിങ്ങൾ പറയണം, ഞാനൊരു കുഞ്ഞിനെ കൊടുത്തു, വണ്ടി എടുത്തു കൊടുത്തു, ഇഷ്ടപ്പെട്ട വണ്ടി രണ്ടും എടുത്തു കൊടുത്തു. എൻ്റെ സാമ്പത്തികം ഒതുങ്ങുന്നത് ഒന്നുമില്ലാത്തതിൽ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിച്ചു. എല്ലാവർക്കും സംരക്ഷണം കൊടുത്തു. ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ വീടും നാടും ഉപ്പേനെ ഉമ്മേനെ ഒന്നുപേക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോവില്ലായിരുന്നു. അപ്പോഴും ഒരു വാക്യം ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണ് നിറയ്ക്കരുത്. മൂന്നാമത്തെ ലൈഫിൽ നിന്ന് ഞാൻ മാറി വരാൻ പെട്ടപ്പാട്. അന്നെൻ്റെ മിസലമോന് 1 വയസ്സാണ്, പുറത്താണ്. ഇന്നെൻ്റെ ഉള്ളിൽ ഒരാളാണ്. ഇപ്പം ഈ മക്കളും ഈ വയറിൽ ഈ കുഞ്ഞും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോയേനെ. ക്ഷേമിച്ച് നിൽക്കുകയാണ്, സഹിച്ച്. ആരോടും മിണ്ടുന്നില്ല. വെപ്രാളം വെപ്രാളം വെപ്രാളം. രാത്രിയൊക്കെ എണീച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആശ്വാസം കണ്ടെത്തുന്ന നിങ്ങളിലാണ്. ഒരു പെയ്ഡ് പ്രൊമോഷൻ വന്ന് ഇരിക്കുന്നത് ചെയ്തില്ല. ഈമാൻ തരണേ, ക്ഷമ തരണേ. എല്ലാവരും ദുആ ചെയ്യണം, കുഞ്ഞിനൊരാപത്തും വെക്കല്ലേ എന്ന്. അപ്പോൾ ഇവരെ ഞാൻ അധികം പരിചയപ്പെടുത്തണ്ടല്ലോ. ഇവരാണ് നമ്മളെ നജില മഷൂറ. പുതിയ അടവുമായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. എന്താ നിങ്ങളെല്ലാവരും കേട്ടില്ലേ? എടി ഉപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറം കിട്ടും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നീ ഒരു ബഹുമാനവും കാര്യങ്ങളും കൊടുക്കാണ്ട് പോയപ്പോൾ അവരെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അത് നീ അറിയുന്നില്ലല്ലോ. ഒരുത്തൻ അതിലേ പോകുമ്പം ചിരിച്ച് തലയാട്ടിയപ്പോൾ നീ അവൻ്റെ വയ്യേ പോയി. ഇപ്പം അവൻ നിന്നെ ഇട്ടിട്ട് പോയി. എന്നിട്ട് നീ ഇപ്പം കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ 100 വട്ടം ആലോചിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ഏതൊരു പണിക്കും നിൽക്കാൻ പാടുള്ളൂ. പിന്നെ നീ 3 കല്യാണം കഴിച്ച എന്തിൻ്റെ ആവശ്യത്തിന്? ആദ്യമായിട്ട് ഒരു കല്യാണം കഴിച്ച് അതിലൊരു മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികളെ നോക്കിയിട്ട് നീ ജീവിക്കണം. അതാണ് ഒരു പെണ്ണ്. ഇതിപ്പം നീ ആണുങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ സാധാരണ എന്ന് വെച്ചാൽ ഒരു ഭാര്യ മരിച്ചാൽ ആ ഭർത്താവ് പോയിട്ട് പിന്നെ വേറൊരു കല്യാണം കഴിക്കും. അതേപോലെയാണ് ഇപ്പോൾ നീ ഉള്ളത്. പക്ഷേങ്കിൽ നമ്മളൊരറിവിലൊന്നും ഒരു ഭർത്താവ് മരിച്ചാൽ ഒരു ഭാര്യ ഇതുപോലെ കല്യാണം കഴിക്കുന്നത് നമ്മളെ നാട്ടിൽ നേടിയില്ല. പിന്നെ നീ പറഞ്ഞു, ഞാനൊരു കുഞ്ഞിനെ കൊടുത്തു, ഞാനൊരു കാറ് കൊടുത്തു, ഞാനൊരു ബൈക്ക് കൊടുത്തു, എല്ലാം ഇവൾക്ക് ഉണ്ടായ ആ പൈസയിൽ തന്നെ ഇവൾ കൊടുക്കുന്നെന്ന് പറഞ്ഞു. എന്തിൻ്റെ ആവശ്യത്തിന്? എടി താനും തൻ്റെ ഇടമൊന്നും ഇല്ലാത്ത ഒരുത്തനെ നീ എന്ത് കൂന്തം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എടി നജില, ഈ ദുനിയാവ് ആർക്കും ഒരു ശാശ്വതമല്ല. എല്ലാവരും ജനിച്ചിനാ മരിക്കും. അതിപ്പം നീ ഒരുപാട് വീഡിയോയിലായി പറയുന്നത് ഞാൻ എൻ്റെ പ്രസവത്തോടു കൂടെ മരിച്ചു പോയിനെങ്കിൽ എൻ്റെ മക്കൾക്കാരും. അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം നീ മുന്നേ അവനെ കല്യാണം കഴിക്കുന്നതിന് പോകുന്നതിന് മുന്നേ ഇത് ആലോചിക്കണം. കാരണം വെച്ചാൽ ഒരു കല്യാണം കഴിച്ചാൽ എന്തായാലും ഗർഭിണിയാവുമല്ലോ. നീ ഇതിനിടയ്ക്കൊരു വീഡിയോ പറഞ്ഞല്ലോ, നമ്മളെന്താ ഒരു പെണ്ണല്ലേ, പിന്നെ കല്യാണം കഴിച്ചാൽ എന്താ ഗർഭിണിയാവൂലേ? ഇപ്പം എന്താ എല്ലാം എവിടെ പോയി? നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പറയലുണ്ട്, എന്താണെന്നറിയോ, ഈ പെണ്ണുങ്ങന്മാർ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെണ്ണുങ്ങൾക്കൊന്നും തിരിയില്ല. അപ്പോൾ അതേ ഇവിടെ സംഭവിച്ചിട്ടും നീ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കി. ആ വരുമാനം നിൻ്റെ കൈകളിൽ എത്തിയപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ല. അപ്പം നിനക്ക് തോന്നിയ ഒരാശയം, ഒന്നും കൂടെ കല്യാണം കഴിച്ചാളൂ. അപ്പം നീ കല്യാണം കഴിച്ചു, അവനിൽ നിന്ന് നീ ഗർഭിണിയായി, ഇപ്പം അവൻ ഇട്ടിട്ട് പോയി. അത്രയേ ഉള്ളൂ. അല്ലാതെ നീ നിൻ്റെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടണമെങ്കിൽ അതും വെച്ചിട്ട് നീ നിൻ്റെ മക്കളെ നോക്കിയിട്ട് ജീവിച്ചാൽ പോരെ നജില? പിന്നെ നീ പറഞ്ഞു ചതിയായിപ്പോയി. ആരാ ഈ ചതിയിലാക്കിനി? നീ മാത്രമാണ് അതിന് ഉത്തരവാദി.